നമസ്കാരം. അടുത്ത ക്ലാസ് ഡിക്ലറേഷൻസ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസറാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ സത്യപ്രസ്താവന അത് ശരിക്കും 1, 2, 3, 4 ഡിക്ലറേഷൻസാണ് ഉള്ളത്. അതിൽ 3 നമ്മൾ നിർബന്ധമായിട്ടും പൂരിപ്പിക്കണം, ഒരെണ്ണം ആവശ്യമുണ്ടെങ്കിൽ പൂരിപ്പിക്കാം. ഇത് ഈ ഡിക്ലറേഷൻസ്, അതായത് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, വോട്ടിംഗ് ടൈമിൽ ഏതെങ്കിലും മെഷീൻ മാറ്റേണ്ടി വന്നാൽ അന്നേരം, പിന്നെ അവസാനിച്ചതിന് ശേഷം, പിന്നെ സീല് ചെയ്തതിന് ശേഷം, ഇത്രയും ഡിക്ലറേഷൻസ് നമ്മൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് ഒപ്പൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ഈ കവറിൽ, ബന്ധപ്പെട്ട കവറിൽ ഒരുമിച്ചിടേണ്ടതാണ്. ഡിക്ലറേഷൻസ് എല്ലാം കൂടി 4 കൂടി ഒരുമിച്ചിട്ടാൽ മതി. ആ കവർ എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. 4ാമത്തെ വലിയ കവറിലെ 4ാമത്തെ ചെറിയ കവർ, അതാ ശരിക്കും. നിങ്ങൾ അനക്സർ 22 നോക്കണം. ഇതിൽ അനക്സർ 22-ൽ ഈ കവറുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 4ാമത്തെ വലിയ കവറിലെ 4ാമത്തെ ചെറിയ കവർ, നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ 4ാമത്തെ കവറാണ് ഈ ഡിക്ലറേഷൻസ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോൾ, അറ്റ് ദ ടൈം ഓഫ് പോൾ, അറ്റ് ദ എൻഡ് ഓഫ് ദ പോൾ, ആഫ്റ്റർ ദ സീലിംഗ് ഓഫ് ദി വോട്ടിംഗ് മെഷീൻ. ഓക്കെ, നമുക്കത് പൂരിപ്പിക്കാൻ അധികമില്ല, പക്ഷെ അധികവും ഇതിനകത്ത് ഒപ്പിടാനാണ് ഉള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ കവറിലേ ഇടേണ്ടതുള്ളൂ. ഇതെല്ലാം കൂടി ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. 4 ഇതുണ്ട്. അപ്പം 4 ഞാനൊന്ന് കാണിക്കാം. അതിലെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അനക്സർ 6 ആണ്. 6 കണ്ടല്ലോ. എലക്ഷൻ ഫ്രം ഡാഷ് പാർലമെന്ററി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ, ഡേറ്റ് ഓഫ് പോൾ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതാണ് സത്യപ്രസ്താവനയുടെ ആദ്യത്തെ, വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള സത്യപ്രസ്താവനയാണ്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ ഡിക്ലെയർ എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ്. ഹാജരുള്ള ഒന്നാമത്തതാണ്, ഹാജരുള്ള പോളിംഗ് ഏജന്റുമാരെയും മറ്റു വ്യക്തികളെയും താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പ്രസ്താവന. ഒരു മോക്ക് പോൾ നടത്തി വോട്ടിംഗ് മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ നേരത്തെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തി. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ഡേറ്റ നീക്കം ചെയ്യുകയും വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്നുള്ള പേപ്പർ സ്ലിപ്പുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ പറയാണ്. ഇനി ബി, എ കഴിഞ്ഞു. ബി പറയുന്നതാണ്, വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന ഇലക്ടർ റോളിന്റെ, അതായത് വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് ചെയ്ത കോപ്പിയിൽ പോസ്റ്റൽ ബാലറ്റിനായി അടയാളപ്പെടുത്തിയതല്ലാതെ മറ്റടയാളങ്ങൾ ഒന്നുമില്ല. അപ്പോൾ മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ട്രോളിനെ പറ്റിയുള്ള സത്യപ്രസ്താവനയാണ് ബിയില്. സി, വോട്ടർമാരുടെ രജിസ്റ്ററിൽ, അതായത് 17A, സെക്കൻഡ് പോളിംഗ് ഓഫീസർ സൂക്ഷിക്കുന്ന 17Aയിൽ ഒരു വോട്ടറുടെയും വിവരങ്ങൾ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടില്ല. വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യാൻ ഉപയോഗിച്ച പേപ്പർ സീലുകളിൽ ഞാൻ ഒപ്പിടുകയും, ഞാൻ എന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും അവിടെ ഹാജരുള്ള താല്പര്യമുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ അഡ്രസ് ടാഗിൽ കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തുകയും അതിന്റെ പിൻഭാഗത്ത് ഞാനും ഏജന്റുമാരും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഏത് അഡ്രസ് ടാഗിൽ? സ്പെഷ്യൽ അഡ്രസ് ടാഗിൽ. ഇനി പുതിയ ഗ്രീൻ പേപ്പർ സീലിൽ ഞാനും ഹാജരുള്ള ഏജന്റുമാരും ഒപ്പിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ അഡ്രസ് ടാഗിലെ സീരിയൽ നമ്പർ ഞാൻ ഉറക്കെ വായിക്കുകയും ഏജന്റുമാരോട് അത് കുറിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ്. ഇത്രയും 1 മുതൽ 5 വരെയുള്ള ആ എഴുതിയിരിക്കുന്നതിന്റെ മലയാളം ആണ് ഞാനിപ്പോൾ വായിച്ചത്. ഇത്രയും സത്യപ്രസ്താവനകളാണ്. അത് നിങ്ങൾ ഈ സത്യപ്രസ്താവന ഇത് വായിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ട, ഒരിക്കൽ കൂടി ഞാൻ വേഗത്തിൽ വേണമെങ്കിൽ വായിക്കാം. പിന്നെ 1, ഹാജരുള്ള പോളിംഗ് ഏജന്റുമാരെയും മറ്റു വ്യക്തികളെയും താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മോക്ക് പോൾ നടത്തി വോട്ടിംഗ് മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ നേരത്തെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തി മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ഡേറ്റ നീക്കുകയും വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്നുള്ള പേപ്പർ സ്ലിപ്പുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബി, വോട്ടർ ഇലക്ട്രോളിന്റെ മാർക്കഡ് ചെയ്ത കോപ്പിയിൽ PB അല്ലാതെ മറ്റൊന്നുമില്ല. 17A ഒരു വോട്ടറെ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടില്ല. പേപ്പർ സീലിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ അഡ്രസ് ടാഗിൽ സീൽ നമ്പർ എഴുതിയിട്ട് ഞാനും ഏജന്റുമാരും ഒപ്പിട്ടിട്ടുണ്ട്. ഗ്രീൻ പേപ്പർ സീലിൽ ഏജന്റുമാരും ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഏജന്റുമാർ കണ്ടല്ലോ. അതിന് താഴെ സിഗ്നേച്ചർ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ. ഇനി സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജന്റ് എന്ന് പറയുന്ന കോളം ഉണ്ട്. അവിടെ
ഒപ്പിടുക, ബ്രാക്കറ്റിൽ ഓഫ് കാൻഡിഡേറ്റ്, ഏത് കാൻഡിഡേറ്റിന്റെ പേരാണ് എഴുതേണ്ടത്, ഏത് കാൻഡിഡേറ്റിന്റെ ഏജന്റിന്റെ ഒപ്പാന്ന് ഒന്നാമത്തേൽ ഒപ്പിടുക, അതിന്റെ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക. രണ്ടാമത്തേൽ ഒപ്പിടുക, ഓഫ് കാൻഡിഡേറ്റ് ഏത് സ്ഥാനാർത്ഥിയാന്ന് എഴുതുക. മൂന്നാമത്തെ ആ രീതിയിൽ പൂരിപ്പിക്കുക. The following polling agents decline to affix their signature on this declaration. ഈ ഡിക്ലറേഷനിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാര് ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ അവരുടെ കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. അവസാനം സിഗ്നേച്ചർ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ കാണുന്നുണ്ടല്ലോ, പിന്നെ ഡേറ്റും ഇടുക. അപ്പോൾ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദി പോള് കഴിഞ്ഞു. ഡിക്ലറേഷൻ ബൈ ദി പ്രിസൈഡിംഗ് ഓഫീസർ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോൾ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ഫോം പാർട്ട് 2 ആണ്. അറ്റ് ദ ടൈം ഓഫ് യൂസ് ഓഫ് സബ്സിക്വന്റ് വോട്ടിംഗ് മെഷീൻ, അടുത്ത ഒരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴുള്ള ഡിക്ലറേഷൻ ആണ്. അത് ഞാനിവിടെ പറയുന്നില്ല, അതൊരു നെഗറ്റീവ് ആണല്ലോ. രണ്ടാമതൊരു വോട്ടിംഗ് മെഷീനിലൊന്നും നിങ്ങൾ ആരും ഉപയോഗിക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഞാനതവിടെ പറയുന്നില്ല. ഇനി അഥവാ വേണ്ടി വന്നാൽ ഈ ഡിക്ലറേഷൻ കൂടി ഒപ്പിടണം, അത്രയേ ഉള്ളൂ. മൂന്നാമത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർട്ട് 3, ഡിക്ലറേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദ പോൾ. കണ്ടല്ലോ അവിടെ എൻഡ് ഓഫ് ദ പോളില് വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം പൂരിപ്പിക്കേണ്ട ഫോമാണ് ഇത് ശരിക്കും. അതിലാ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താന്ന് ഞാൻ പറയാം. വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് പോളിംഗ് സ്റ്റേഷനിൽ ഹാജരുള്ളവരും താഴെ ഒപ്പിട്ടിട്ടുള്ളവരുമായ പോളിംഗ് ഏജന്റുമാർക്ക് പറയാണ്, 1961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിലെ റൂൾ 49S പ്രകാരം ആവശ്യപ്പെട്ടതനുസരിച്ച് ഫോം 17C അതായത് വോട്ടർ അക്കൗണ്ടിന്റെ 1ാം ഭാഗത്തിന്റെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശദമാക്കണ്ടല്ലോ, 17C കോപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഡിക്ലറേഷൻ അറ്റ് ദി എൻഡ്. ഒപ്പ് ഇപ്പൊ കിട്ടിയ റിസീവ്ഡ് ദ അറ്റാച്ച്ഡ് കോപ്പി ഓഫ് ദി എൻട്രീസ് ഇൻ ദ അക്കൗണ്ട്. 17C കിട്ടിയവരെ താഴെ ഒപ്പിടുക. ഇതിന്റെ കോപ്പി വാങ്ങാൻ തയ്യാറാവാത്തവരുടെ ലിസ്റ്റാണ് താഴെയുള്ളത്. അപ്പോൾ 17C അതായത് ബാലറ്റ് പേപ്പർ അക്കൗണ്ട്, വോട്ടർ അക്കൗണ്ട് വാങ്ങിയ 17C മേടിച്ചവരുടെ പേര്, ഒപ്പ്, സിഗ്നേച്ചർ ഓഫ് ദ പോളിംഗ് ഏജന്റ്, സിഗ്നേച്ചർ ഏത് സ്ഥാനാർത്ഥിയുടെയാണ് ആ രീതിയിൽ എഴുതുക. ഇനി താഴെ ഭാഗത്ത് കാണുന്നത് ഈ 17C വാങ്ങാൻ തയ്യാറാവാത്തവരുടെ കണക്കാണ്. ഓക്കെ, ഡേറ്റ്, ടൈം, ഒപ്പ് കഴിഞ്ഞല്ലോ. 4. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ബട്ടൺ അമർത്തിയതിന് ശേഷമുള്ള പട്ടികയും നമ്മൾ പൂരിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ കാണിക്കാത്ത ഒരു ചെറിയ ടെക്നിക്കൽ എറർ വന്നു. നിങ്ങൾ ഇതുപോലെ ഡിക്ലറേഷൻ പിന്നെ ആഫ്റ്റർ ദ സീലിംഗ് അറ്റ് ദ എൻഡ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ സീലിംഗ് ദ മെഷീനും കൂടി ഒരു ഡിക്ലറേഷൻ ഇതിനകത്തുണ്ട്. അതും കൂടി ഇതുപോലെ സെയിം ഒന്നുമില്ല, ഇതുപോലെ പൂരിപ്പിക്കേണ്ടതാണ്. ആ പൂരിപ്പിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിവിടെ കാണിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ആഫ്റ്റർ ദ സീലിംഗ് അറ്റ് ദ എൻഡ് അറ്റ് ദ ടൈം ആഫ്റ്റർ സീലിംഗ് അറ്റ് ദ എൻഡും ആഫ്റ്റർ ദ സീലിംഗും അത് നാലാമത്തതാണ് ആഫ്റ്റർ ദ സീലിംഗ്. 4 ഉള്ളത്. അതിൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. 4ാമത്തെ ഡിക്ലറേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. 1 സത്യപ്രസ്താവന ഡിക്ലറേഷൻ ഇതാണ്. വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും കൊണ്ടുപോകുന്ന പെട്ടികളിൽ ഞാൻ എൻ്റെ സീലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ആരാ? പ്രിസൈഡിംഗ് ഓഫീസറാണ് പറയുന്നത്. കൂടാതെ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ വോട്ടിംഗ് സ്റ്റേഷനിൽ ഹാജരുണ്ടായിരുന്ന പോളിംഗ് ഏജന്റുമാർക്കും അവരുടെ സീലുകൾ പതിപ്പിക്കാൻ ഞാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് ആഫ്റ്റർ ദ സീലിംഗിലുള്ള ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ നിർബന്ധമായിട്ടും 4ൽ 3 നിങ്ങൾ പൂരിപ്പിക്കണം. 4ാമത്തെ അറ്റ് ദ ടൈം എന്ന് പറഞ്ഞാൽ മെഷീൻ മാറ്റുന്നുണ്ടേ മതി. ബാക്കി 3 പൂരിപ്പിക്കണം. ഇതെല്ലാം കൂടി ഒറ്റ കവറിലാണ് ഇടേണ്ടത്. 4ാമത്തെ കവറിലെ മാറ്റർ, ഡിക്ലറേഷനിലെ മാറ്റർ ഇതാണ്. പിന്നെ വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും കൊണ്ടുപോകുന്ന പെട്ടികളിൽ, അത് കേസുകളിൽ
ഞാൻ എൻ്റെ സീലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ ഹാജരുണ്ടായിരുന്ന പോളിംഗ് ഏജന്റുമാർക്കും അവരുടെ സീലുകൾ പതിപ്പിക്കാൻ ഞാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി അവരുടെ പിന്നെ താഴെ പറയുന്ന പോളിംഗ് അവരുടെ സീലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. സീലുകൾ പതിപ്പിച്ച ഏജന്റുമാരുടെ ഒപ്പും സ്ഥാനാർത്ഥിയുടെ പേരും ഏജന്റ് ഒപ്പും രേഖപ്പെടുത്താനുള്ളതാണ് താഴെ. അതിനും താഴെ സീലുകൾ പതിപ്പിക്കാൻ വിസമ്മതിച്ചവരുണ്ടെങ്കിൽ അവരുടെ കണക്കാണ് അതിന്റെ താഴെ. ഇതാണ് 4ാമത്തെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്ലറേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.